ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാലേ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഫേസ് വാഷ് ഉപയോഗിക്കേണ്ടതെന്നും ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഫേസ് വാഷ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുൻപേ അറിയേണ്ടത് നമ്മൾ എപ്പോഴാണ് ഫേസ് വാഷ് ചെയ്യേണ്ടതെന്നാണ്, അല്ലെങ്കിൽ എന്തിനാണ് ഫേസ് വാഷ് ചെയ്യേണ്ടതാണ്. ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലെ ഇമ്പ്യൂരിറ്റീസ് കളയാൻ, അല്ലെങ്കിൽ നമ്മുടെ പോഴ്സിൽ സെറ്റിൽ ആയിട്ടിരിക്കുന്ന ഡേർട്സ് കളയാൻ വേണ്ടിയിട്ടാണ് ഫേസ് വാഷ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കാരണം മാത്രമല്ല, നമ്മുടെ സ്കിൻ കണ്ടീഷനെ ട്രീറ്റ് ചെയ്യുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഫേസ് വാഷസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് ഇമ്പ്യൂരിറ്റീസ് കളയാനും അതിൻ്റെ കൂടെ നിങ്ങളുടെ സ്കിന്നിനെ ട്രീറ്റ് ചെയ്യാനും കൂടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി 2 നേരമായിട്ട് തീർച്ചയായിട്ടും ഫേസ് വാഷ് ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾ പുറത്തേക്കൊന്നും അധികം പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, ഫേസിലെ ഇമ്പ്യൂരിറ്റീസ് മാത്രം കളയാൻ വേണ്ടിയിട്ടാണ് ഫേസ് വാഷ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു നേരം മാത്രം ഫേസ് വാഷ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അതല്ല നിങ്ങൾക്ക് 2 നേരം ഫേസ് വാഷ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ വളരെ മൈൽഡ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് ഉപയോഗിക്കുക. ഒരു ദിവസം 2 പ്രാവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കാൻ പാടില്ല. രാവിലെയും രാത്രിയായിട്ട് ഉപയോഗിക്കുക. അതിനിടയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫേസ് മിസ്റ്റ് ഉപയോഗിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വെറും വെള്ളത്തിൽ മുഖം കഴുകുക. ഓവർ വാഷ് ചെയ്ത് നമ്മുടെ സ്കിന്നിലെ നാച്ചുറൽ ഓയിൽസിനെ ഉണ്ടാക്കാതിരിക്കുക. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നതിന് മുൻപേ നമ്മുടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വൃത്തിയാക്കണം എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലെ ഡേർട്സ്, ബാക്ടീരിയ ഇതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് ഫേസ് വാഷ് എടുക്കുക. തേർഡ് സ്റ്റെപ്പായിട്ട് പറയുന്നത് ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ അത് ഉപയോഗിക്കുന്നതിന് മുൻപേ ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പോഴ്സ് എല്ലാം ഒന്ന് ഓപ്പൺ ആവും. എന്നിട്ട് നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പോഴ്സിലെ ഡേർട്സ് എല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ആക്കാനും അതേപോലെ ആ ഒരു ഫേസ് വാഷിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടും. ഇനി ഫോർത്ത് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്, നമ്മളുടെ ഫേസ് വാഷ് നമ്മുടെ കയ്യിലേക്ക് ഒരു കോയിൻ സൈസിൽ എടുക്കുക. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി തീരെ കുറഞ്ഞു പോവാതിരിക്കുക. തീരെ ഇല്ലെങ്കിൽ ക്ലൻസിങ് പ്രോപ്പർ ആയിട്ട് നടക്കില്ല. അതേപോലെ ഒരുപാട് ക്വാണ്ടിറ്റി എടുത്തിട്ടും കാര്യമില്ല, അത് നമുക്ക് പ്രൊഡക്റ്റ് വേസ്റ്റ് ആണ്. ഒരു വട്ടം ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫേസിലേക്ക് എത്രത്തോളം ആവശ്യമുണ്ടെന്ന്. ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു പീ സൈസ് എമൗണ്ട് തന്നെ ധാരാളമാണ്. ഫേസ് വാഷ് കയ്യിലെടുത്തതിന് ശേഷം നമ്മുടെ 2 കൈകൾ ഉപയോഗിച്ച് ഈ ഒരു ഫേസ് വാഷ് നന്നായിട്ട് റബ്ബ് ചെയ്യുക. അത് നന്നായിട്ട് പതഞ്ഞു വരുന്നവരെ. ആവശ്യമുണ്ടെങ്കിൽ ഫേസ് വാഷിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. ഫിഫ്ത്ത് സ്റ്റെപ്പായിട്ട് പറയുന്നത്, നമ്മുടെ കയ്യിലെ ഈ പതഞ്ഞിരിക്കുന്ന ഈ ഫേസ് വാഷ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക എന്നുള്ളതാണ്. സർക്കുലർ മോഷനിൽ വേണം മസാജ് ചെയ്യാനായിട്ട്. മിക്കവരും ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യും, പിന്നെ കഴുകി പോരും. ഇങ്ങനെയാണ്. അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരു 45 സെക്കൻഡ് മുതൽ ഒരു 60 സെക്കൻഡ് വരെ, 1 മിനിറ്റ് വരെയെങ്കിലും നമുക്ക് നമ്മുടെ ഫേസിൽ മസാജ് ചെയ്താലേ ആ ഒരു ഫേസ് വാഷിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുള്ളൂ. ചീക്സിലും ടീ സോൺ ഏരിയയിലും ഫോർഹെഡിലും പിന്നെ ചിൻ ഇവിടെയൊക്കെ ജെന്റൽ മസാജ് കൊടുക്കുക. പിന്നെ നെക്ക് ഏരിയ വിട്ടുപോകരുത്. ഇനി 6th സ്റ്റെപ്പായിട്ട് പറയുന്നത്, ഫേസ് ചെറു ചുടുവെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഫേസിൽ നിന്നും നന്നായിട്ട് തന്നെ ഫേസ് വാഷ് റിമൂവ് ചെയ്യുക. 7th സ്റ്റെപ്പ് പാഡ് ഡ്രൈ ആണ്. ടവൽ വെച്ച് റബ്ബ് ചെയ്യുന്നതിന് പകരം ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് മെല്ലെ ഒപ്പിയെടുക്കുക. ചെറുതായ ഒരു ഡാംനെസ് നമ്മുടെ ഫേസിൽ ഇരുന്നാലും കുഴപ്പമില്ല. സിറം മോയ്സ്ചറൈസർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അബ്സോർബ് ആവും. 8th സ്റ്റെപ്പായിട്ട് സിറം ഉപയോഗിക്കുന്നവർ സിറം ഉപയോഗിക്കുക. സിറം ഉപയോഗിക്കുക എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം സിറം ഉപയോഗിക്കുക. പിന്നെ മോയ്സ്ചറൈസർ എല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കുക, ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതൊന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സിറം. അതേപോലെ എക്സ്റ്റേണൽ ഡാമേജിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യും. ഇനി പറയുന്നത്, ഫേസ് വാഷ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മേക്കപ്പ് റിമൂവറിന് പകരം ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുക എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. പ്രോപ്പറായിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലെൻസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു മേക്കപ്പ് റിമൂവർ ഉപയോഗിച്ച് ഫേസ് ക്ലീൻ ആക്കിയതിനു ശേഷം ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഫേസിലെ മേക്കപ്പും ഡേർട്സും ഒക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ആവുള്ളൂ. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഫേസ് മാത്രമല്ല താടിക്ക് താഴെയായിട്ടും നെക്കിലൊക്കെ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഫേസ് ഓവർ വാഷ് ചെയ്യരുത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം 2 നേരം മാത്രമേ ഫേസ് വാഷ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അതിൽ കൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ ഓയിൽ മാറി സ്കിന്ന് ഡ്രൈ ആവാനും അതേപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ബാരിയർ ഡാമേജ് ആവാനൊക്കെ കാരണമാവും. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഒരു ക്ലെൻസർ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ടൈപ്പ്, നമ്മുടെ സ്കിൻ കണ്ടീഷൻ ഇതിനൊക്കെ അനുസരിച്ച് നമ്മൾ
കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ വളരെ ജെന്റിൽ ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് വാഷ് നോക്കി തിരഞ്ഞെടുക്കുക. അതേപോലെ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ചിലവർക്ക് മുഖക്കുരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫേസ് വാഷ് സെലക്ട് ചെയ്യുമ്പോൾ ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഫേസ് വാഷ് സെലക്ട് ചെയ്യുക. ഇനി സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ക്ലെൻസേഴ്സ് സെലക്ട് ചെയ്യുക. വളരെ ജെന്റിൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസ്, പാരബൻസ്, സോപ്പ് ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് സെലക്ട് ചെയ്യുക. ബേസിക്കലി നമുക്ക് സ്കിന്നിന് ഇറിറ്റേഷൻ തരുന്ന എന്ത് തന്നെ ആയാലും അതൊക്കെ ഒഴിവാക്കി സ്കിന്ന് നന്നായിട്ട് കെയർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.